Rubilux Paints. Best quality, best value for money. உங்கள் பேர் சொல்லும் பெயிண்ட் Rubilux Paints. No compromise. உங்க சைடுலயும் எங்க சைடுலயும். It's a GT promise. GT Holidays, South India's #1 travel brand. இந்த கிறிஸ்மஸ இன்னும் அழகாக்க காஞ்சிபுரம் SM சில்க்ஸில் 60% வரை சிறப்பு தள்ளுபடி. அருகில் உள்ள ஷோரூமை இப்பவே தமிழ்ல இருந்து வரக்கூடிய படங்களுக்கு அந்த ரெஸ்பான்ஸ் அப்படின்றது எப்படி இருந்துகிட்டு? സൗത്ത് ഇന്ത്യയിലെ താര ചക്രവർത്തി തന്നെയാണ് വിജയ്. വിജയിന്റെ ഒരു പടം എന്ന് പറയണമെങ്കിൽ വിജയ് പടത്തിന് വരുന്ന ആ ക്രൗഡ് പുള്ളിങ് വേറെ ഒരു പടത്തിനും. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വിജയ് പടത്തിന്റെ ആ ഒരു ക്രൗഡ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലാണ്. അത് ഞങ്ങളുടെ അനുഭവസ്ഥരാണ്. ഇതുവരെയുള്ള സിനിമകളെല്ലാം വിജയന്റെ ചെയ്തിരിക്കുന്നത് 4 മണിക്കാണ്, പുലർച്ചെ 4 മണിക്ക്. പക്ഷെ ഈ പടമാണ് ഇപ്പൊ 6 മണിക്ക് അതിന്റെ ലൈസൻസ് ആവുള്ളൂ എന്ന്. வசூல்ல இன்ன வரைக்கும் பிரியதர்ஷினி காம்ப்ளெக்ஸ்ல டாப்ல இருக்கக்கூடிய தமிழ் படம் അത് ലിയോ. அது ரிப்பீட் ஆகும்னு நினைக்கிறீங்களா? ஜனநாயகனுக்கு அது ரிப்பீட் ஆகுமா அந்த ஃபார்முலா? നമുക്ക് നല്ല ഫുൾ കോൺഫിഡൻസ് ഉണ്ട് ഈ പടത്തിന്. ജനങ്ങൾ അത്രയും ഇടിച്ചു കയറുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. പ്രിയദർശിനി சொன்னா 1300 സീറ്റ്, ഏറ്റവും വലിയ സ്ക്രീൻ ആയിരുന്നു. വലിയ സ്ക്രീൻ. പാലക്കാട്ടിലെ பெரிய ஸ்கிரீன் பிரியதர்ஷினி தான். 1300 சீட்டு. இந்த ஸ்கிரீன்ல தான் தளபதியோட நெஞ்சினிலே, ஷாஜஹான், திருமலை. ஆனந்த் சினிமாவில் அனைவரும் பெரிய வணக்கம் அண்ட் வெல்கம் டு ஷோ. இன்னைக்கு நம்ம கூட பிரியதர்ஷினி காம்ப்ளெக்ஸ் மேனேஜ்மெண்ட் நம்ம கூட இருக்காங்க. கூடவே தமிழக உச்ச கழகத்தின் காஜா பிரதரும் இணைஞ்சிருக்காங்க. வழக்கம் போல நிறைய விஷயங்கள் பேச போறோம். வணக்கம் சார். வணக்கம் சார். அங்கிருந்து வரக்கூடிய தமிழ்ல இருந்து வரக்கூடிய படங்களுக்கு அந்த ரெஸ்பான்ஸ் அப்படின்றது எப்படி இருந்துகிட்டு? അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഇന്ത്യയിലെ താര ചക്രവർത്തി തന്നെയാണ് വിജയ്. വിജയിന്റെ ഒരു പടം എന്ന് പറയണമെങ്കിൽ വിജയ് പടത്തിന് വരുന്ന ആ ക്രൗഡ് പുള്ളിങ് വേറെ ഒരു പടത്തിനും നമുക്ക് പാലക്കാട് ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ല. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വിജയ് പടത്തിന്റെ ആ ഒരു ക്രൗഡ് എന്ന് പറയണമെങ്കിൽ അത് നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലാണ്. അത് ഞങ്ങളുടെ അനുഭവസ്ഥരാണ്. അത് അന്നത്തെ ദിവസമല്ല, തലേ ദിവസം തന്നെ അതിന്റെ തുടക്കം ഉണ്ടാവും. ഇവിടെ വൈകുന്നേരത്തോടു കൂടി തന്നെ മൊത്തം ജനം പ്രളയമായിരിക്കും. ഇവിടെ കാലത്ത് അധികം ഇതുവരെയുള്ള സിനിമകളെല്ലാം വിജയന്റെ ചെയ്തിരിക്കുന്നത് 4 മണിക്കാണ്, പുലർച്ചെ 4 മണിക്ക്. പക്ഷെ ഈ പടമാണ് ഇപ്പൊ 6 മണിക്ക് അതിന്റെ ലൈസൻസ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ആ രാവിലെ 6 മണി തൊട്ട് തന്നെ ആ ജനപ്രവാഹം നമുക്ക് കാണാം. അത് മറ്റു വേറെ ഒരു താരത്തിലും ഞങ്ങളിവിടെ പാലക്കാട് കണ്ടിട്ടില്ല. അത് ഞങ്ങൾ അനുഭവസ്ഥരാണ്. சார் என்ன எதனால சார் அந்த ரெஸ்பான்ஸ் நினைக்கிறீங்க? விஜய் சாருக்கு இவ்வளோ ரெஸ்பான்ஸ்னு ஒன்று விஷயங்கள் இருக்கு, எதனாலே நீங்க நினைக்கிறீங்க? വിജയ് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുവിധം എല്ലാ താഴെ തൊട്ടുള്ള എല്ലാ ഓഡിയൻസിനും തൃപ്തിപ്പെടുത്തുന്ന ഒരു ആക്ടറാണ്. കൊച്ചു കുട്ടികൾ മുതൽ യൂത്ത്, പ്രായമായ ആളുകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. കാരണം പുള്ളിയുടെ കുസൃതി തരങ്ങള്, ആക്ഷൻ, മറ്റെല്ലാം കോമഡി, എന്തായാലും എല്ലാം ഒരുവിധം എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പടത്തിന് ഇത്രയും വലിയ ക്രൗഡ് വരുന്നത്. கண்டிப்பா இங்க நிறைய படங்கள் ரிலீஸ் ஆயிருக்கு. தமிழ் படங்கள்ல எது டாப்ல இருக்குன்னு நினைக்கிறீங்க? வசூல்ல இன்ன வரைக்கும் பிரியதர்ஷினி காம்ப்ளெக்ஸ்ல டாப்ல இருக்கக்கூடிய தமிழ் படம் അത് ലിയോ. என்ன பிரதர், எங்க தொட்டால் ലിയോ ആണ് ഏറ്റവും വലിയ കളക്ഷൻ വന്നത്. അത് എനിക്ക് തോന്നുന്നത് റിസർവേഷൻ ആരംഭിച്ചിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഫുൾ എല്ലാ ഷോയും ഫുള്ളായി. ഇവിടുത്തെ ആദ്യത്തെ ഫസ്റ്റ് ഡേ ഉള്ള ഒരുവിധം ഷോ അന്ന് 18 ഷോ ആയിട്ട് കളിച്ചു ഇവിടെ 3 തിയേറ്ററിലും കൂടിയിട്ട്. 18 ഷോ ഏകദേശം 5-10 മിനിറ്റിനുള്ളിൽ ഫുള്ളായി കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ലിയോ പടം. அது ரிப்பீட் ஆகும் நினைக்கிறீங்களா? ஜனநாயகனுக்கு அது ரிப்பீட் ஆகுமா அந்த ஃபார்முலா? സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് പറയുന്നത് ഇത് പുള്ളിയുടെ അവസാന സിനിമയാണെന്നാണ്. കാരണം പുള്ളി പൊളിറ്റിക്സിലോട്ട് നീങ്ങാൻ പോവുകയാണ്. ഇത് എന്റെ അവസാന സിനിമയാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് പുള്ളി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സ്ഥിതിക്ക് പ്രേക്ഷകർ എന്തായാലും പുള്ളിയുടെ അവസാനത്തെ ഒരു സിനിമ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് നല്ല ഫുൾ കോൺഫിഡൻസ് ഉണ്ട് ഈ പടത്തിന്. ജനങ്ങൾ അത്രയും ഇടിച്ചു കയറുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും.
மலையாளம் இருந்து அவ்வளவு செலிபிரிட்டிஸ் இருக்காங்க, அவ்வளவு படங்கள் இருக்கு. அதை விட அதிகமா ഇവർക്ക് ഇருக்கு அப்படின்னா என்ன അതെ reason? അല്ല അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ ജനങ്ങൾ ആ പടത്തിന്റെ അഭിപ്രായവും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ച് പിന്നെ വരുള്ളൂ സിനിമയ്ക്ക്. ആ, ആ. പക്ഷെ ഇദ്ദേഹത്തിന്റെ പടത്തിന് അങ്ങനല്ല. ഫസ്റ്റ് ഡേ തന്നെ ആളുടെ പടം റിലീസാണോ പിന്നെ ഒന്നും നോട്ടില്ല. ഫസ്റ്റ് ഡേ ജനങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാവും. അത് ഞങ്ങളുടെ അനുഭവമാണ്. ആ, ആ, ആ. കാരണം ഞാനിവിടെ 10-17 വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ. എൻ്റെ അനുഭവത്തിൽ വിജയ് പടത്തിന് ഫസ്റ്റ് ഡേ വരുന്ന ക്രൗഡ് വേറെ ഒരു പടത്തിനും ഇതുവരെ വന്നിട്ടില്ല. இது வரைக்கும் அது. അത് ഈ പടത്തിനും അതുപോലെ സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ஓகே, ஓகே. சரி, இவ்வளவு விஷயங்கள் பேசுறீங்க. விஜய் அவர்களோட ஃபேன் செலிப்ரேஷன் ஒன்று இருக்கு. அந்த செலிப்ரேஷனை பத்தி நீங்க சொல்லுங்க. இன்சைட் த தியேட்டர் அந்த கிரவுட் புல்லிங் இதெல்லாம் பத்தி நம்ம பேசிட்டோம். பட் இங்க இருக்கக்கூடிய இந்த അല്ല celebration. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനും വലിയ സെലിബ്രേഷൻ വേറെ എന്താ വേണ്ടത്? കാരണം ഇത്രയും ജനങ്ങൾ വന്ന് ആഘോഷത്തിമുറത്തിലാടുമ്പോൾ അവര് അതിന്റെ ഒരു ഭാഗമാവുന്നതല്ലേ. ம், ம், ம். തീർച്ചയായിട്ടും അവർക്ക് സന്തോഷിക്കാനുള്ള ഒരു വക തന്നെയാണ്. பிரியதர்ஷினி காம்ப்ளெக்ஸ் உங்களுக்கு எவ்வளவு கனெக்டான ஒரு தியேட்டர்? கரெக்டான ரொம்ப வருஷமா தளபதியோட முக்கிய கால படங்கள் இருந்து ம். மெயினா சொல்லணும் எங்களுக்கு திருமலை சொல்லணும். ஓகே. திருமலை, ஷாஜஹான் ஆ. அந்த டைம்ல எல்லாம் இங்கதான் அந்த படம் ஓடிச்சு. ம். ഷാജഹാനുള്ള 50 ഡേയ്സ്. ஓ, இந்த பிரியதர்ஷினி അല്ല അന്നത്തെ ഒരു പ്രത്യേക കൊറോണയ്ക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ വരുമ്പോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തിയേറ്ററിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ஓகே. പറഞ്ഞു മനസ്സിലായല്ലോ. ഇപ്പൊ ഇവിടെ കളിക്കുകയാണെങ്കിൽ ഇവിടെ മാത്രം, ആ. അപ്പുറത്ത് അരോമ കോംപ്ലക്സിലാണെങ്കിൽ അവിടെ മാത്രം, ആ രീതിയിലാണ്. പക്ഷെ ഈ കൊറോണയ്ക്ക് ശേഷമാണല്ലോ വൈഡ് റിലീസ് വന്നത് എല്ലാവിടെയും. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഒരു രീതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് 100 ഡേയ്സ്. ആ 100 ഡേയ്സ് പോയി ഇപ്പൊ 100 കോഴ്സ്. എത്രയും പെട്ടെന്ന് 100 കോടി 100 കോടി എത്രയും പെട്ടെന്ന് 3 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ 100 കോടിയിലേക്ക് എത്തിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എത്രയും കൂടുതൽ സ്ക്രീൻ കളിക്കുക എന്നുള്ളതാണ് കൊറോണയ്ക്ക് ശേഷം വന്ന രീതിയാണത്. അതാണ് പുള്ളി പറഞ്ഞ ആ പണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ മാത്രമായിരുന്നു. இன்னைக்கு இந்த 1300 சீட்டு ஓகே. இந்த தியேட்டர். ആ പ്രിയദർശിനി சொன்னா 1300 സീറ്റ്. ഏറ്റവും വലിയ സ്ക്രീൻ ആയിരുന്നു. വലിയ பெரிய ஸ்கிரீன். ஓகே. பாலக்காட்டுல பெரிய ஸ்கிரீன் பிரியதர்ஷினி. பிரியதர்ஷினி. ஓகே. 1300 சீட்டு. இந்த ஸ்கிரீன்ல தான் தளபதியோட நெஞ்சினிலே, ஷாஜஹான், திருமலை, ഒരുപാട് മൂവി இருக்கு. இன்னும் சொல்லலாம். ஒரு வசீகரா இந்த மாதிரி எல்லா படமும் இங்கதான் இருக்கு. எல்லாமே இங்கதான். சார், எங்களோட அந்த கிரியேட்டிவிட்டி எப்படி சார் பாக்குறீங்க? இந்த முறை உங்க தியேட்டர்ஸ பார்க்க முன்னாடியே தளபதி அவர்கள் பார்த்துட்டு தான் தியேட்டரே பார்க்க முடியுது. விஜய் சாரோட அந்த பேட்சோட அந்த செலிப்ரேஷன் அப்படின்னு எப்படி இருக்கு? இந்த கிரியேட்டிவிட்டியை பார்க்கும்போது எப்படி என்ன நினைக்கிறீங்க? അല്ല അത് അതന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത്. വിജയ് പടത്തിൻ്റെതായ ഒരു സെലിബ്രിറ്റിയുടെ ഭാഗമാവുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. കാരണം അത്രയും ജനങ്ങള് ആ ഒരു ആഹ്ലാദത്തിമുറിപ്പിൽ ഏർപ്പെടുമ്പോൾ അത് ഞങ്ങൾക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. ஓகே. കാരണം ഒരു സിനിമാ തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ അവിടേക്ക് വരുത്തുക എന്നുള്ളതാണല്ലോ ഒരു ഉദ്ദേശം. ആ വരുത്തുന്നതിൽ ഈ നടന്റെ പങ്ക് ഇത്രയും വലിയൊരു സംഭവമാകുമ്പോൾ ആ ഇതിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയല്ലേ ഞങ്ങളുടെയും. ഒരു സിനിമാ തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ജനങ്ങൾ വരിക എന്നുള്ളതാണ് കാര്യം. ആ വരുന്നതിന്റെ ഒരു ഭാഗം ഈ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. எப்படி ஆர்கனைஸ்டா இருக்காங்க இங்க பொறுத்த வரைக்கும்? ஃபேன்ஸா இருக்கட்டும், பீப்புள்ஸ் வந்து அதாவது ஃபர்ஸ்ட் ஷோ வந்து ஃபேன் சைட்ல இருந்து ஒரு ஆர்கனைஸ்டா கொண்டு போறாங்க. அது ஆரம்பத்துல இருந்து சரி, இப்ப டிவிக்கேவா மாறினதுக்கு அப்புறம் சரி, அந்த ஆர்கனைஸ்ல எப்படி பாக்குறீங்க? അല്ല അത് ഏറിയ പങ്കും ഇവരുടെ ആൾക്കാരനൊക്കെ കുറെ കൺട്രോൾ ചെയ്യും. കൺട്രോൾഡ് ആണ് ഇവരുടെ ഇതില്. പിന്നെ അതല്ലാത്ത സാഹചര്യത്തിൽ പോലീസിന്റെ സാന്നിധ്യം കൂടി ഉണ്ടാവും. ഇതുവരെ അങ്ങനെ ഒരു വലിയ പ്രശ്നമോ കംപ്ലൈൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവും എന്നല്ലാതെ അങ്ങനെ ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാവില്ല തന്നെയാണ് ഞങ്ങളുടെ അവിശ്വാസം. അതൊക്കെ ഇവര് നോക്കുമല്ലോ. ഇവര് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. ഇവര് അണ്ടർ കൺട്രോൾ ആയിരിക്കുമല്ലോ ഇവരൊക്കെ. அதாவது எப்படி பாக்குறீங்க சார்? ஒரு லீடு அவங்க தலைமையில அவங்க ஆர்கனைஸ்டா கொண்டு போறாங்க. டிக்கெட் பிரைஸ்லயோ இல்ல டிக்கெட் கொடுக்கறதுலயோ எங்களுக்கு எப்ப எந்த பிரச்சனையும் இல்லப்பா, தியேட்டர் சேஃபா இருக்கும், நாங்க ஒரு கான்பிடண்டா இருப்போம், ஒரு ட்ரஸ்டா இருக்கும் அப்படின்னு ஒரு நம்பிக்கை வருது. അല്ല അത് അവര് ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ ഇതിലും ഒരു പ്രോബ്ലം ഇല്ലാത്ത വിധത്തിൽ അവർ കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. അതന്നെയാണ് ഞങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം. ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു തവണയെങ്കിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഇത്തരത്തിൽ ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറയാം.
അങ്ങനത്തെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരിക്കലും ഉണ്ടാവില്ല തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ അവർ നോക്കിക്കോളുന്നു. ஓகே. உங்களுக்கு எப்படி சார்? அது எப்படி ட்ரீட் பண்றாங்க? இந்த ஃப்ரீடமா இருக்கட்டும். எப்படி பிரதர் பாக்குறீங்க இந்த அதான் நம்ம சார் சொன்ன மாதிரி நம்ம அவங்க சார் சொன்ன மாதிரி நம்ம என்ன சொன்னதோ கரெக்டா ஃபாலோ பண்ணி நாங்க ஆளை ஏத்துறதா இருக்கட்டும், அந்த ஆர்கனைசேஷன் எங்க பசங்க போலீஸ் எல்லாமே கரெக்டா ஆளு ஏறும். எவ்வளவு கூட்டம் முதல்ல எல்லாம் கண்ட்ரோல் பண்ணிட்டு போகும். அந்த நம்பிக்கை சாருக்கு இருக்கு. அந்த நம்பிக்கை நாங்க காப்பாத்துறதுக்கு நாங்களும் தயார். ஓகே. ஜனநாயகனுக்கு ரெஸ்ட்ரிக்ஷன் பார்த்திருப்பீங்க. இன்ன வரைக்கும் அந்த பிரஷர்னு ஒன்னு கிரியேட் பண்ணிட்டு இருக்காங்க. அதையும் தாண்டி ரிலீஸ் ஆகணும் எல்லாத்தோட ஆசையும். 2025ல விஜய் சார் படம் ரிலீஸ் ஆகல. അത് ഒരു ലാസാ എടുത്തുക്കലാമാ? ഇൻഡസ്ട്രിക്ക് ഒരു ലാസാ എടുത്തുക്കലാം? തീർച്ചയായിട്ടും അതെ. ഓക്കെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങള് ഇടിച്ചു കയറുന്നതാണ്. അപ്പൊ ആ ഒരു അവസരം ഇല്ലാതെയായി പോയി. അതാണ് സംഭവിച്ചത്. ഇതിപ്പോ പുള്ളിക്കാരന്റെ ലാസ്റ്റ് പടമാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു നഷ്ടം തന്നെയാണ്. കാരണം ഇത്രയും വലിയ ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഒരു താരം ഇനി സിനിമ ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഇതുപോലുള്ള സിനിമാ തിയേറ്ററുകാരെ വളരെയധികം ബാധിക്കുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും അതൊരു നഷ്ടമാണ്. ആളുടെ സിനിമ ഇനി വരാതെ ഇരുന്നാൽ. பெரிய ஸ்டார்ஸோட படங்கள் காம்படிஷன் வரும்போது எப்படி அதை ஹேண்டில் பண்ணிருக்கீங்க? லைக் துணிவு வாரிசு, வீரம் ஜில்லா, இந்த மாதிரி பெரிய அங்க இருக்கக்கூடிய தமிழ் ஸ்டார்ஸோட படங்கள் இங்க ரெண்டும் ഒരേ നാളില് റിലീസ് അത് ഏതോ ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ മാത്രമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇല്ല. ഇല്ലല്ലേ, ഇവിടെ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു ഹെൽത്തിயான കോമ്പറ്റീഷൻ. ആ അത്ര തന്നെ. രണ്ട് ഫാൻസുമേ അവര് തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ஃபைனலா இங்க இருந்து நீங்க விஜய் சாருக்கு இவ்வளவு வருஷமா 33 இயர்ஸா ஒரு என்டர்டெயின் பண்ணிருக்காரு. பிரியதர்ஷினி காம்ப்ளெக்ஸோட ஒரு மேனேஜ்மெண்ட்ல இருந்து நீங்க ஏதாவது ஒரு விஷயங்கள் ஷேர் பண்ணணும்னா என்ன சார் சொல்லணும்னு நினைப்பீங்க நீங்க? അതന്നെ ഞാൻ പറഞ്ഞത്. കാരണം ഒരുവിധപ്പെട്ട പടങ്ങൾ കൊറോണയ്ക്ക് മുന്നേ വരെ പുള്ളിക്കാരന്റെ ഒരുവിധം എല്ലാ സിനിമകളും റിലീസ് ചെയ്തിരിക്കുന്ന ഇവിടെ മാത്രമായിരുന്നു. കൊറോണയ്ക്ക് ശേഷമാണ് എല്ലാ വൈഡായിട്ട് സ്ക്രീൻ ചെയ്യാൻ തുടങ്ങിയത്. അതിന് ശേഷവും കളിക്കുന്ന പടങ്ങൾ ഞങ്ങൾ കളിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയ ജനങ്ങളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്ന ഒരു താരം ഇനി മുതൽ സ്ക്രീനിലേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. சீக்கிரமா அதையும் இல்லாம படம் பண்ணணும் அப்படின்றது எங்களோட தேங்க்யூ சோ மச் சார். நிறைய விஷயங்கள் பேசுறதுக்கு தேங்க்யூ சோ மச்.